എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 24 ശ്ലോകം 32, 33, 34, 35, 36, 37, 38 7 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 7 ശ്ലോകങ്ങളോട് കൂടിയിട്ട് 24-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ഭഗവാൻ പറഞ്ഞ യുക്തികളൊന്നും ആർക്കും എതിർക്കാൻ പറ്റിയില്ല. അത് ശരിയാ കണ്ണൻ പറയണത്. ഇത്ര കൊച്ചു കുട്ടിയായിട്ടുള്ള ഈ കണ്ണൻ എങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം എന്ന് അവര് മനസ്സിൽ വിചാരിച്ചു. എല്ലാരും പറഞ്ഞു ശരി തന്നെ, നമുക്ക് ഗോവർദ്ധനത്തിന് യാഗം ചെയ്യാം. അപ്പൊ ഇന്ദ്രൻ കോപിച്ചാലോ എന്നൊക്കെ ചിലര് പറയുന്നുണ്ട്. അതൊക്കെ കണ്ണൻ നോക്കിക്കോളും. എന്തൊക്കെ കാര്യങ്ങളാ ഈ കണ്ണൻ ചെയ്തിരിക്കണം, അത് ശരിയാ എന്നല്ല അങ്ങനെ മറ്റുള്ളവരും പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടി ഗോവർദ്ധനത്തിന് ആ പശുക്കൾക്കും ബ്രാഹ്മണർക്കും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറപ്പെടുന്നു വളരെ ഉത്സാഹത്തോടു കൂടി. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം പൂജയൻ വേണം ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 32, 33, 34 ഈ 3 ശ്ലോകങ്ങളുടെ അർത്ഥം ഒന്നിച്ചാണ് പറയണത്. തഥാച വ്യദധു സർവം യഥാഹ മധുസൂദന വാചയിത്വാ സ്വസ്തേനം തദ്ദ്രവ്യേണ ഗിരിദ്വിജാൻ ഉപഹൃത്യ ബലീൻ സർവാൻ ആദൃതായ വസംഗവാം ഗോധനാനി പുരസ്കൃത്യ ഗിരിം ചക്രു പ്രദക്ഷിണം അനാംസ്യാനടുദ്യുക്താനി തേജ ആരുഹ്യ സ്വലംകൃതാ ഗോപ്യശ്ച കൃഷ്ണവീര്യാണി ഗായന്ത്യ സദ്വിജാശിഷ. തത് ദ്രവ്യേണ ആ ദ്രവ്യം കൊണ്ട് സ്വസ്തേനം പുണ്യാഹം വാചയിത്വ ചൊല്ലിച്ചിട്ട് ആദൃതാഹ ആദരത്തോടു കൂടിയവരായി ഗിരിദ്വിജാൻ ബ്രാഹ്മണരെയും പർവ്വതത്തെയും ഉദ്ദേശിച്ച് സർവാൻബലിൻ എല്ലാ നൈവേദ്യങ്ങളെയും ഗവാം പശുക്കൾക്ക് യവസം തൃണത്തെയും ഉപഹൃത്യ സമർപ്പിച്ചിട്ട് ഗോധനാനി ഗോക്കളാകുന്ന ധനങ്ങളെ പുരസ്കൃത്യ മുൻ നടത്തിക്കൊണ്ട് അനടുദ്യുക്താനി ഉത്തമ കാളകളെ കൂട്ടിക്കെട്ടിയ അനാംസി ശകടങ്ങളെ ആരുഹ്യ കയറിയിട്ട് സ്വലംകൃതാ നന്നായി അലങ്കരിച്ചും സദ്വിജ ആശിഷ ബ്രാഹ്മണാശീർവാദങ്ങളെ പ്രാപിച്ചുമിരിക്കുന്ന ഗോപ്യ ഗോപസ്ത്രീകൾ കൃഷ്ണവീര്യാണി ശ്രീകൃഷ്ണന്റെ മഹിമകളെ ഗായന്ത്യ പാടുന്നവരായിട്ട് ഗിരിം പർവ്വതത്തെ പ്രദക്ഷിണം ചക്രു പ്രദക്ഷിണം ചെയ്തു. മധുസൂദന ശ്രീകൃഷ്ണൻ യഥാ ഏതുവിധം ആഹ പറഞ്ഞുവോ സർവം എല്ലാം തഥാ അപ്രകാരം വ്യദധു ച വിശേഷമായി നടത്തി. ഭഗവാൻ ശ്രീകൃഷ്ണൻ എങ്ങനെയാണോ നടത്തണമെന്ന് പറഞ്ഞത് അതേപോലെ തന്നെ എല്ലാം ചെയ്തു. അവര് ഇന്ദ്രയാഗത്തിന് ഒരുക്കിയ സാധനങ്ങൾ കൊണ്ട് ബ്രാഹ്മണരെയൊക്കെ വരുത്തി പുണ്യാഹം കഴിപ്പിച്ചു. ബ്രാഹ്മണർക്കും ഗോവർദ്ധന പർവ്വതത്തിനും നൈവേദ്യം സമർപ്പിച്ചു. പശുക്കൾക്ക് നല്ല ഇളമ്പുല്ലൊക്കെ കൊടുത്തു. ബ്രാഹ്മണർക്ക് വേണ്ട വിധത്തിൽ അതിഗംഭീര സദ്യ മുതലായവയൊക്കെ കൊടുത്ത് അവർക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് ആശീർവാദങ്ങളും അവരുടെ ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളൊക്കെ സ്വീകരിച്ചു. ഗോപസ്ത്രീകള് നല്ല സുന്ദരമായ വസ്ത്രങ്ങള് വിശേഷാലങ്കാരങ്ങളൊക്കെ ധരിച്ച് ഒന്നാന്തരം പട്ടുവസ്ത്രങ്ങളും നല്ല നല്ല ആഭരണങ്ങളൊക്കെ ധരിച്ച് അങ്ങനെ അവര് നല്ല കാളകളെ പൂട്ടിക്കെട്ടിയ വണ്ടികളില് കയറിയിരുന്നു. നല്ല ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ള കാളകളെ പൂട്ടിയ വണ്ടിയിലാണ് അവര് കയറിയിരുന്നത്. എന്നിട്ട് അവരിങ്ങനെ പാടും. എന്താ ഈ കണ്ണന്റെ അത്ഭുതം തന്നെയാട്ടോ ഈ കണ്ണന്റെ ലീലകള് അല്ലെ. കണ്ണന്റെ ലീലകൾ ഓരോന്നും വെവ്വേറെ എണ്ണി എണ്ണി കണ്ണിൽ കാണാകേണം. ആ ശ്രീകൃഷ്ണന്റെ അതിശയകരമായ ഓരോ വീര്യപ്രവൃത്തികളെ കുറിച്ച് അങ്ങനെ പാട്ടുപാടിക്കൊണ്ട്
വണ്ടികളിൽ ഇരുന്നിട്ട് അവര് ഗിരിപ്രദക്ഷിണം ചെയ്തത്. വലിയ പർവ്വതല്ലേ, അപ്പൊ വണ്ടിയിൽ ഇങ്ങനെ പ്രദക്ഷിണം ചെയ്തു. ഇപ്പോഴും ഉണ്ട് ഗോവർദ്ധന പർവ്വതത്തിലും വൃന്ദാവനത്തിൽ പോയാൽ ഗോവർദ്ധന പ്രദക്ഷിണം നടത്തും. പറ്റുന്നവരൊക്കെ നടന്നു ചെയ്യും, അല്ലാത്തവര് വണ്ടിയിൽ ഇരുന്നിട്ടും പ്രദക്ഷിണം ചെയ്യും. കൃഷ്ണസ്തു അന്യതമം രൂപം ഗോപവിശ്രംഭണം ഗത ശൈലോസ്മീതി ബ്രുവൻ ഭൂരി ബലിമാതൽ ബൃഹദ്വപൂ. ഗോവർദ്ധനം ഒരു ഈശ്വരൻ തന്നെയാണെന്നുള്ള വിശ്വാസം ഗോപന്മാർക്ക് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ എന്തു ചെയ്തു? വലിയൊരു രൂപം അങ്ങോട്ട് സ്വീകരിച്ചു. എന്നിട്ട് ആ ഏറ്റവും വലിയൊരു പർവ്വതം എന്ന് പറയുമ്പോൾ വലിയ രൂപമായിരിക്കുമല്ലോ, അപ്പൊ അതിനു വേണ്ടിയിട്ട് വലിയൊരു രൂപം അങ്ങോട്ട് എടുത്തിട്ട് പറഞ്ഞു, ഗോപന്മാരോട് പറയണ്, ഞാൻ ശൈലമാകുന്നു, നിങ്ങളെല്ലാം എനിക്ക് സമർപ്പിച്ച ഈ നൈവേദ്യങ്ങളൊക്കെ ഞാൻ ഇതാ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് ആ നൈവേദ്യമൊക്കെ അങ്ങോട്ട് ഭക്ഷിച്ചു. എല്ലാവരും ഇങ്ങനെ അത്ഭുതപ്പെട്ടു നോക്കി നിൽക്കുക. തസ്മൈ നമോ വ്രജജനൈഹി സഹചക്രേത്മനാത്മനെ അഹോ പശ്യത ശൈലോസൗ രൂപീനോ അനുഗ്രഹം വ്യഥാൻ. എന്നിട്ട് എന്ത് പറഞ്ഞു? കണ്ടോ, ഈ പ്രത്യക്ഷ സ്വരൂപം ധരിച്ചു വന്നിരിക്കുന്ന ഈ പർവ്വതം, നമ്മൾ നൽകിയ ഈ നൈവേദ്യങ്ങളൊക്കെ നമ്മൾക്ക് അനുഗ്രഹം നൽകിയത് നോക്കൂ, കണ്ടു. ഇതെല്ലാം ആ പർവ്വതം ഒരു രൂപം ധരിച്ചു വന്നിട്ട് അങ്ങോട്ട് കഴിച്ചു. നിങ്ങളെല്ലാവരും കണ്ടില്ലേ? അത്ഭുതം തന്നെ എന്ന് ഭഗവാൻ തന്നെ പറയാ. ഇന്ദ്രൻ ഇതിനു മുമ്പ് ഇതുപോലെ പ്രത്യക്ഷനായിട്ട് വന്ന് നൈവേദ്യം കഴിച്ചത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് ആശ്ചര്യല്ലേ എന്ന് പറഞ്ഞിട്ട് തന്റെ ആ സ്വരൂപത്തെ, ആ സ്വരൂപത്തെ ഗോപന്മാരോട് കൂടി ചേർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനും നമസ്കരിച്ചു. ഭഗവാൻ എന്ത് ചെയ്തു? എന്തൊരു വലുതല്ലേ, ശരിക്കും പർവ്വതം തന്നെ, നമുക്ക് എല്ലാവർക്കും നമസ്കരിക്കാം എന്ന് പറഞ്ഞിട്ട് ആ ഗോപന്മാരോട് പറഞ്ഞു, എല്ലാവരും നമസ്കരിക്കുന്നു. ഭഗവാൻ തന്നെ ആദ്യം അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പൊ പിന്നെ ഇവരെല്ലാവരും നമസ്കരിക്കുക അവനവനെ തന്നെ, ആ ഭഗവാനെ തന്നെ. എന്താ അല്ലേ ഭഗവാന്റെ ഒരു അത്ഭുത ലീലകള്. ഭഗവാൻ നമസ്കരിച്ച് കാണുമ്പോ പിന്നെ എല്ലാവരും നമസ്കരിക്കില്ലേ? ഏഷോവജാനതോ മർത്യാൻ കാമരൂപീ വനൗകസ ഹന്തിഹ്യസ്മേ നമസ്യാമ ശർമ്മണേ ആത്മനോഗവാം. എന്നിട്ട് പറയണേ, സാധാരണ പർവ്വതങ്ങളെ പോലെയൊന്നും അല്ലാട്ടോ ഈ ഗോവർദ്ധന പർവ്വതം. ഈ ഗോവർദ്ധനത്തിന് എന്ത് രൂപങ്ങൾ എടുക്കണമെന്ന് തോന്നുന്നുണ്ടോ ആ രൂപമൊക്കെ അപ്പപ്പോ എടുക്കാൻ കഴിയും. കാട്ടിൽ താമസിക്കുന്ന ഏതെങ്കിലും മനുഷ്യർ ഈ പർവ്വതത്തെ ബഹുമാനിക്കാതിരിക്കുകയോ അപമാനിക്കുകയോ ഒക്കെ ചെയ്താലുണ്ടല്ലോ, സർപ്പം, നരി, സിംഹം മുതലായ അങ്ങനെയുള്ള സ്വരൂപങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉടനെ അവരെ ഈ പർവ്വതം ഹനിക്കും. ഇങ്ങനെ ദിവ്യമായിരിക്കുന്ന ഈ പർവ്വതത്തെ നമ്മള് പശുക്കളുടെയും നമ്മളുടെയും ക്ഷേമത്തിന്റെ അഭിവൃദ്ധിക്കായിക്കൊണ്ട് നമസ്കരിക്കണം. എല്ലാവരും നമസ്കരിച്ചോളൂ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവന്മാരോടുകൂടി ചേർന്ന് തന്റെ സ്വരൂപത്തെ താൻ തന്നെ നമസ്കരിച്ചു. അത്ഭുതം ലീല. ഇത്യാദ്രിഗോദ്വിജമഖം വാസുദേവ പ്രണോദിതാ യഥാവിധായതേ ഗോപാഃ സഹ കൃഷ്ണ വ്രജം യയു. ഇങ്ങനെ സർവാന്തര്യാമിയായിരിക്കുന്ന പരമാത്മസ്വരൂപനായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേരണ നിമിത്തം എല്ലാവരും നന്ദാദി ഗോപന്മാര് എല്ലാവരും നമസ്കരിച്ചോളൂ എന്ന് നന്ദഗോപരും പറഞ്ഞു. അങ്ങനെ ആ ഗോവർദ്ധന പർവ്വതത്തെ നമസ്കരിച്ചു. പശുക്കളെയും ബ്രാഹ്മണരെയും ഒക്കെ തൃപ്തിപ്പെടുത്താനായിട്ട് യാഗം ചെയ്ത് അതിനുശേഷം ശ്രീകൃഷ്ണനോട് ഒരുമിച്ച് എല്ലാവരും സന്തോഷത്തോടു കൂടി ഗോകുലത്തിലേക്ക് പോവുകയും ചെയ്തു. എല്ലാവരും പറയുന്നുണ്ട്, എന്തൊരു അത്ഭുതം, ശരിയാട്ടോ കണ്ണൻ പറഞ്ഞത്. ഇതുവരെ എത്ര തവണയായില്ല നമ്മൾ ഇന്ദ്രന് യാഗം ചെയ്യണം. ഇത് ഒരു പ്രാവശ്യമെങ്കിലും ഇന്ദ്രൻ വന്ന് നൈവേദ്യം സ്വീകരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ വർഷവും ഗോവർദ്ധനത്തിന് തന്നെ നൈവേദ്യം അർപ്പിച്ചാൽ മതി. ഗോവർദ്ധനത്തിന് തന്നെയാണ് ഇനി മുതല്. ഇങ്ങനെ വന്ന് നമ്മുടെ നൈവേദ്യമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞ് അവരെ എല്ലാവരും കൂടി വളരെ സന്തോഷമായിട്ട് ഭഗവാന്റെ മുഖത്ത് ഒരു കള്ളച്ചിരിയൊക്കെ ആയിട്ട് കണ്ണൻ അങ്ങനെ അവരെ നോക്കണം. ഇതൊക്കെ പറയുമ്പോൾ
इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां दशमस्कन्धे पूर्वार्धे इन्द्रमखभङ्गो नाम चतुर्विंशोऽध्यायः। सर्वत्र गोविन्दनाम सङ्कीर्तनं गोविन्द ഗോവിന്ദ. ഈ 24-ാമത്തെ അധ്യായം ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാച മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.